ഹായ്. കൊളസ്ട്രോൾ എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഭയമാണ്. കൊളസ്ട്രോൾ എന്തുണ്ടാക്കും? ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കും, ഹൃദയരോഗങ്ങൾ ഉണ്ടാക്കും എന്നെല്ലാം നമ്മൾ അങ്ങനെ ഒരു അവെയർ നമുക്ക് കിട്ടി ഇപ്പോൾ കൊളസ്ട്രോൾ വരുമ്പോഴേക്ക് ഹൃദ്രോഗം വരുമോ എന്നുള്ള ഭയമാണ്. സത്യത്തിൽ നാളിതുവരെ നടന്ന പഠനങ്ങളൊന്നും കൃത്യമായി തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുക. പക്ഷേ ഇന്നും ജനങ്ങൾ എന്ത് വിശ്വസിക്കുന്നു? കൊളസ്ട്രോൾ വർദ്ധിച്ചാൽ അത് ഹൃദ്രോഗ കാരണമാവുന്നു എന്ന് വിശ്വസിക്കുന്നു. സത്യത്തിൽ കൊളസ്ട്രോൾ ഇല്ലാത്തവർ എത്രയോ പേർക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടതായിട്ട് കാണുന്നുണ്ട്. ഇനി ഹാർട്ട് അറ്റാക്ക് വന്നവരൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയേ, എല്ലാവരും കൊളസ്ട്രോൾ ഉള്ളവരല്ല. അപ്പോൾ കൊളസ്ട്രോൾ ഇതിന് കാരണമാണ് എന്ന് പറയുന്നത് ശരിയല്ല. ഒരുപക്ഷെ അതിൻ്റെ ആക്കം കൂട്ടിയേക്കാം. എന്നിരുന്നാൽ ഈ കൊളസ്ട്രോൾ കുറയ്ക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? ഇനി കൊളസ്ട്രോളിനെ കുറിച്ച് പേടിക്കല്ല വേണ്ടത്, വന്ന് അതിനെ കുറയ്ക്കാം. എന്ത് ചെയ്യാം? അതിനെ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗം എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ടുള്ള വ്യായാമം തന്നെയാണ്. പലരും കൊളസ്ട്രോൾ വരുമ്പോൾ എണ്ണക്കടികൾ കുറയ്ക്കുന്നു. പക്ഷെ എണ്ണക്കടികൾ മാത്രം കുറച്ചാൽ പോരാ, എണ്ണക്കടികളുടെ കൂടെ നിങ്ങളെ സ്റ്റാർച്ചിൻ്റെ അളവ് കൂടി കുറയ്ക്കണം എന്ന് ഓർക്കുക. കൂടാതെ സ്ഥിരമായിട്ടുള്ള വ്യായാമം, ഇതുകൊണ്ട് മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ലപോലെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ പറ്റും. വ്യായാമത്തിനേക്കാൾ ഏറെ നല്ലത് യോഗയാണെന്നാണ് എനിക്കുള്ളൊരു അഭിപ്രായം. എൻ്റെ ഒരു അനുഭവത്തിലൂടെ ഞാൻ മനസ്സിലാക്കിയ കാര്യം, അതിനേക്കാൾ വളരെ ഫലപ്രദമാണ് യോഗ. സ്ഥിരമായുള്ളൊരു യോഗ പരിശീലനമോ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് നന്നായിട്ട് വ്യായാമം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും കൊളസ്ട്രോൾ കുറയ്ക്കുന്നുണ്ട്. മരുന്നിനേക്കാൾ വലിയ അളവിൽ കുറയ്ക്കാൻ സഹായിക്കുന്നത് സ്ഥിരമായിട്ടുള്ള വ്യായാമമാണെന്ന് ഓർക്കുക. പലരും വ്യായാമം ചെയ്യാതെ കൊളസ്ട്രോൾ മരുന്ന് കഴിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. മരുന്ന് ഒഴിവാക്കി വ്യായാമം ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് നമുക്ക് ശരിക്കും അറിയാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.